അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. അവരുടെ കാർ അവിടുന്ന് പോയതും അമ്മച്ചി എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു. റോസ്ലി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കണ്ടതും മോളിക്കുട്ടി അവളെ നോക്കി വൈകിയെ കണ്ണുകൊണ്ട് അത് കാണിച്ചു. റോസ്ലിന്റെ മുറിയിൽ നടന്നത് അവൾ വൈകിയോട് പറഞ്ഞിരുന്നു. ഇവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയാമെന്ന് ഇപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി എന്നാ ചെയ്യാനാ നിങ്ങളുടെ തീരുമാനം? റോസ്ലിന് 25 വയസ്സാകും വരെ അവൾ സേഫായിരിക്കും എന്ന് കരുതി ഇനിയും വെറുതെ ഇരിക്കാൻ കഴിയില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നിയതാണ്, ഈ കുട്ടിക്കൊരു കൂട്ടുണ്ടെങ്കിൽ, അതായത് വിവാഹം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പ്രശ്നം തീരില്ലേ. അത് തന്നെ എൻ്റെ മനസ്സിലും തോന്നിയത്, അമ്മച്ചി പറഞ്ഞു. അതിനു മുമ്പ് റോസ്ലിൻ എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിക്കാം അമ്മച്ചി. മോളിക്കുട്ടിയാണത് പറഞ്ഞത്. മോളിക്കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ അമ്മച്ചിയുടെ അടുത്തേക്ക് വന്നു. അമ്മച്ചി എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം മറച്ചു വെച്ചു. ഇപ്പൊ തോന്നുന്നു അത് വല്ലാതെ തെറ്റായി പോയെന്ന്. കൊച്ചെ എന്നതായി പറയുന്നത്? ഞാനിവിടേക്ക് വന്നത് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ല. എല്ലാവരും സംശയത്തോടെ അവളെ നോക്കി. കോളേജിൽ എൻ്റെ സാറായിരുന്നു ജീവന്, എന്നെ പോലെ തന്നെ ഒരു അനാഥൻ. അതാവും ഞങ്ങളെ പരസ്പരം അടുപ്പിച്ചതും. അധ്യാപകൻ എന്നതിലുപരി എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. എന്നെപ്പറ്റി എല്ലാം അറിയാം സാറിന്. എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് രക്ഷിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ പാവം. പക്ഷേ എന്തു പറ്റി? സാം, അവൻ ഞാനും സാറും തമ്മിൽ അറിയാത്ത ബന്ധമുണ്ടെന്ന് കോളേജിൽ എല്ലാവരോടും പറഞ്ഞു നടന്നു. അവന് വേണ്ടി വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന വസ്തുവല്ലേ ഞാൻ. അത് കൈവിട്ട് പോകാതിരിക്കാൻ ചെയ്തതാ. പക്ഷേ അതിൽ നഷ്ടങ്ങൾ സാറിനായിരുന്നു മാത്രം. എന്നെ സഹായിക്കുന്നത് അറിഞ്ഞതിൻ്റെ പേരിൽ ആ പാവത്തെ നട റോഡിലിട്ട് ചവിട്ടി അരച്ചു. ചെയ്ത തെറ്റിന് പകരമായി ആ മനുഷ്യൻ്റെ വലത് കൈ അവരെടുത്തു. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ ഇപ്പം ചികിത്സയിലാണ് പാവം. എൻ്റെ ഫ്രണ്ട് മാലിക്കിൻ്റെ വീട്ടിലാണ് സാറിപ്പോൾ. സാറിൻ്റെ ചികിത്സക്ക് പണം വേണം, അതിനു വേണ്ടിയാ ഞാൻ ഇവിടെ വന്നത് പോലും. ഇവിടെ വന്നതോ? അതെ, സാമുമായി എൻ്റെ കല്യാണം പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് സത്യ. പക്ഷേ ഈ ഒളിച്ചോട്ടം അത് സാറിന് വേണ്ടിയാ. എൻ്റെ പേരിൽ ഒരുപാട് സ്വത്തും പണം ഉണ്ടെന്ന് എനിക്കറിയാം. അതെല്ലാം അനുഭവിക്കുന്നത് പക്ഷെ അവരല്ലേ. എനിക്ക് ആ പൈസ കിട്ടിയാൽ സാറിന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇനി ആ വീട്ടിൽ നിന്നാ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതാ ഞാൻ ഇവിടേക്ക് വന്നത്. അവരോട് എതിർത്ത് നിൽക്കാനും എനിക്ക് വിശ്വസിക്കാനും നിങ്ങളെ ഉള്ളൂ. കുറച്ച് സമയം ആരും ഒന്നും മിണ്ടിയില്ല. മാലിക്, ആ പയ്യൻ്റെ വീട് എവിടാ? പന്തളത്ത വീട്. ഞാൻ എൻ്റെ കയ്യിലുള്ള സ്വർണവും പൈസയും കൊടുത്തിട്ടാണ് സാറിൻ്റെ ഒരു സർജറി നടത്തിയത്. ഇനി 2 എണ്ണം കൂടി ഉണ്ട്. അത് നടത്തിയാൽ മാത്രമേ എഴുന്നേറ്റ് നടക്കാൻ കഴിയൂ. ഇന്നത്തെ അവസ്ഥയിൽ എന്നെക്കൊണ്ട് അതിനു വേണ്ടിയുള്ള പണം കണ്ടെത്താൻ കഴിയില്ല. മാലിക്കും ഫാമിലിയും ഒരുപാട് പണമുള്ളവരൊന്നും അല്ല. അവനും എന്നെ പോലെ സാറിന് വലിയ കാര്യമായിരുന്നു. എൻ്റെ വീട്ടിലെ അവസ്ഥയെ അറിയാം. അതാ ആരും അറിയാതെ സാറിന് അവിടെ നിർത്തിയിരിക്കുന്നത്. ഇടയ്ക്കപ്പോഴും അലക്സ് പറയുന്നത് കേട്ടതാ, സാറിന് എന്നെ കിട്ടിയ ജീവനോടെ വിടില്ലെന്ന്. മോളിക്കുട്ടിക്ക് അവളുടെ അവസ്ഥയോർത്ത് പ്രയാസം തോന്നി. അതുപോലെ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു എന്ന വിഷമവും. നീ കരയാതിരിക്കുക കൊച്ചേ, ഇത് നേരത്തെ പറയായിരുന്നില്ലേ നിനക്ക്? ആ പോട്ടെ, സാരല്ല. നമുക്കിനി എന്നതാ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കേണ്ടത്. എൻ്റെ പേരിലുള്ളതെല്ലാം വേണം വെച്ച് എനിക്ക്. ഇത്രയും നാള് അത് അവരെടുത്തോട്ടെ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ആ പാവം മനുഷ്യനെ ഇല്ലായ്മ ചെയ്തത് അതെനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എൻ്റെ പേരിലുള്ളൊരു മനൽത്താരി പോലും അവിടെയുള്ള ആർക്കും കൊടുക്കില്ല ഞാൻ. നിന്റെ പേരിൽ എഴുതി വെച്ചതെല്ലാം നിനക്ക് തന്നെ കിട്ടും. അതിനാദ്യം നീ കേസ് ഫയൽ ചെയ്യണം. ബാക്കി എന്നതാ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. കേസ് വിധിയായ സ്വത്തും പണവും കിട്ടുന്നത് വരെ ആ സാറിന് അങ്ങനെ ഒരു അവസ്ഥയിൽ ഇടാന്നാണോ? അത് ദ്രോഹമായി പോകും മക്കളെ. ഒരു കാര്യം ചെയ്യ്, പന്തളത്താണെന്നല്ലേ പറഞ്ഞത്. ഡെവിയും ജോയും കൂടി പോയി കാര്യങ്ങളൊന്ന് തിരക്കിയിട്ട് വാ. ഞാൻ കൂടി വന്നോട്ടെ? അത് വേണ്ട, ഇന്ന് അവർക്ക് നല്ല തട്ട് കൊടുത്താ വിട്ടത്. അവരടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്നാൽ മതി. അതുപോലെ ജോയ് എൻ്റെ കൂടെ വരേണ്ട. ഞങ്ങൾ 2 പേരും കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നിച്ചു പോകുന്നത് ശരിയല്ല. ഞാൻ വരാച്ചായാ? എങ്കിൽ ഞാനും വൈകിയും പോവാം. മാലിക്കിൻ്റെ നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്യേ. റോസ്ലിൻ കൊടുത്ത നമ്പർ വെച്ച് ഡെവി മാലിക്കിനോട് സംസാരിച്ചു. തിരികെ വന്നവൻ റോസ്ലിനെ നോക്കി. നാളെ രാവിലെ ഞങ്ങൾ പോയി നിന്റെ സാറിനെ കാണാം. ഇപ്പൊ വിഷമൊന്നും വേണ്ടട്ടോ. ഡെവിയുടെ ഉറപ്പ് കിട്ടിയതും അവൾ മുറിയിലേക്ക് പോയി. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? വാതിലിൽ വൈകിയെ കണ്ടതും റോസ്ലിൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എന്നെ വിളിച്ചെന്ന് പിള്ളേർ പറഞ്ഞു. ചേച്ചി, നാളെ പോകുമ്പോൾ സാറിന് ഒരു കാര്യം കൂടി കൊടുക്കുമോ? എന്ത്? കയ്യിലിരുന്ന കത്തവൾ വൈകിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് വായിക്കാൻ പറയണം. പിന്നെ ഒന്നുമില്ല, വായിക്കാൻ പറഞ്ഞാൽ മതി. സാറിനെ കാണാൻ അത്രയും ആഗ്രഹമുണ്ടേല് ഞാൻ ചേനോട് പറയാം.
വേണ്ട, ഈ കത്ത് കൊടുത്താൽ മതി. വൈകൊന്നും പറയാതെ ആ കത്തുമായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് പിന്നിൽ നിന്ന് റോസ്ലി പിന്നെയും വിളിച്ചു. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ. അത് ആ കത്ത്. വൈകി ചിരിയോടെ അവളെ നോക്കി. ഈ കത്ത് നിന്റെ സാറ് മാത്രമേ തുറന്ന് വായിക്കൂ, പോരെ? അവൾ അതിന് വേദനയിൽ കുതിർന്നൊരു ചിരിയാണ് പകരം നൽകിയത്. ആഹാ, ഇന്നും പിള്ളേർ അവരുടെ കൂടെ കിടന്നു. ഇന്നലെ അവൻ ഒട്ടും ഉറങ്ങിയില്ലെന്ന് പറയുന്നത് കേട്ടതാ. താ വാ, നമുക്ക് അവരിവിടേക്ക് കൊണ്ടുവന്ന് കിടത്താം. ഫ്രഷായി ബാത്റൂമിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ഡേവി പറഞ്ഞു. പിള്ളേർ അമ്മച്ചിയുടെ കൂടെയാ, നല്ല കഥ കേൾക്കാന്ന് പറഞ്ഞ് പോയതാ. എന്നാ പിന്നെ നോക്കണ്ട, അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. വൈക ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നതിലും പറയാനുണ്ട് ടീച്ചറെ? റോസ്ലിൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പോകുന്നില്ല. നമ്മളെ കൊണ്ടാകുമ്പോൾ ആ സാറിനെ സഹായിക്കണം. അതിനല്ലേ നാളെ പോകുന്നത്. ആ മാലിക്കിനെ വിളിച്ചപ്പോൾ അവൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ ചോദിച്ചായിരുന്നു. അത് ഞാൻ പന്തളം പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് തിരക്കി. അവിടുത്തെ ഒരു കോൺസ്റ്റബിളിൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് ആ വീട്. അയാൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ജീവൻ മിക്കവാറും കടലിലേക്കെത്തും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ വീടിനെന്താ കുഴപ്പം? ആ വീടിന് കുഴപ്പമുണ്ടെന്നല്ല, ഇനിയില്ല അയാളുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാമെന്ന് ഒരു തോന്നൽ. നാളെ പോയി നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ആ സാറിന് കൊടുക്കാൻ അവളൊരു കത്ത് തന്നിട്ടുണ്ട്. അത് തുറന്ന് വായിക്കുമെന്ന് പറയാതെ പറയുകയും ചെയ്തു. എന്നാ പിന്നെ അത് വായിച്ചിട്ട് തന്നെ കാര്യം. എവിടെയാ? പോ അവിടുന്ന്. അവൾക്ക് പുള്ളിയോട് പേഴ്സണലായി വല്ലതും പറയാൻ കാണും. അതിൽ നമ്മൾ തലയിൽ എൻ്റെ കാര്യമുണ്ടോ? നിനക്കൊരു കാര്യം അറിയൂ ഭാര്യ, ഞാൻ ഒരു പോലീസുകാരൻ കൂടിയാണ്. അയാളെ പറ്റി പറയുമ്പോൾ അവളിലുണ്ടായത് ഒരു അധ്യാപകനോട് വിദ്യാർത്ഥിക്കുള്ള ബഹുമാനോ അല്ലെങ്കിൽ തന്നെ സഹായിച്ച സുഹൃത്തിന് താൻ കാരണം അപകടം പറ്റിയ വിഷമോ ഒന്നും അല്ല. പിന്നെ പ്രേമാണെന്നാവല്ലേ? വെറുതെ ഓരോന്ന് പറയാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ആ, നമുക്ക് കാണാം ഇല്ലാത്തതാണോ ഉള്ളതാണോ. ഒന്നെങ്കിൽ അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം പറയുന്നില്ല. അതൊക്കെ അപ്പം നോക്കാം. ഇപ്പൊ സാറിന് ലൈറ്റ് ഓഫാക്കി കിടക്കുവോ? എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ല. ഡെവി ലൈറ്റ് ഓഫാക്കി കട്ടിലേക്ക് കിടന്നു. ആ പതുക്കലറടി, കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും. ഞാൻ കെട്ടി പിടിച്ചതല്ലേ ഉള്ളൂ. ഇങ്ങനെ പിടിച്ച നാളെ രാവിലെ എന്നെ തൂത്തുവാരി എടുക്കേണ്ടി വരും. എനിക്ക് ചൂടെടുക്കുന്നു. ആ കയ്യൊന്ന് അണിക്ക്. ചൂടോ? ഈ ചായൻ എ സി ഓണാക്കാലോ. അവളിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവൻ എ സി ഓണാക്കി ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചു. പന്തളത്തോട്ടുള്ള യാത്രയിലാണ് ഡെവിയും വൈകിയും. മാലിക്ക് അയച്ചു കൊടുത്ത റൂട്ട് മാപ്പ് അനുസരിച്ചാണ് പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും പന്തളത്തേക്ക് ഒരുപാട് ദൂരമില്ലാത്തത് കൊണ്ട് അവർ വേഗം ആ സ്ഥലത്തെത്തി. ഓരോറ്റ നില വീടായിരുന്നത്. അവർ പ്രതീക്ഷിച്ച് മാലിക്കും ഉമ്മയും മുറ്റത്തിനുണ്ടായിരുന്നു. യാത്രയിൽ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്ന സാർ? ഇടയ്ക്ക് കൈപ്പെട്ടൂരിൽ ഒരു KSRTയുടെ പിന്നിൽ കിടക്കേണ്ടി വന്നു. അതൊഴിച്ചാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. സാർ അകത്തോട്ട് വന്നാട്ടെ. ഡെബിയും വൈകിയും അവരോടൊപ്പം ഹാളിലേക്ക് കയറിയിരുന്നു. ജീവൻ മുറിയിലുണ്ട്. ഇക്ക സാറിന് ശരീരം തുടച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ കയറി കാണാം. റോസ്ലിൻ പറഞ്ഞു ഇനി 2 സർജറി കൂടി വേണമെന്ന്. അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് ഉറപ്പാണോ? ഉറപ്പാണ് സാർ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അന്ന് അവിടെ തന്ന സ്വർണവും പണവും എൻ്റെ സേവിങ്സ് എല്ലാം കൂട്ടിവെച്ചാ ആദ്യത്തെ ഓപ്പറേഷൻ നടത്തിയത്. ബാക്കി ഓപ്പറേഷനുള്ള പണം കണ്ടെത്താൻ പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും വേറെ വഴിയൊന്നും ഇല്ലാതായി. അപ്പോഴേക്കും ഉമ്മ അവർക്ക് കുടിക്കാനായി ചായ കൊണ്ടുവന്നു. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. അത് പറഞ്ഞാൽ പറ്റില്ല. ആദ്യമായി വീട്ടിലേക്ക് വന്നതല്ലേ, 2 പേരും എടുക്ക്. മാലിക്കിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയില്ലേ? ചായ സിപ്പ് എടുക്കുന്നതിനിടയിൽ ദേവി ചോദിച്ചു. പാടിപ്പെല്ലാം കഴിഞ്ഞു സാറേ, ഇനി എവിടെയെങ്കിലും ജോലിക്ക് കയറണമെന്ന് പറഞ്ഞു നിൽക്കുവാ. അപ്പോഴേക്കും ഒരു റൂം തുറന്ന് മാലിക്കിന്റെ ഏകദേശം മുഖച്ചായുള്ള ഒരാൾ അവിടേക്ക് വന്നു. അവനെ ചേട്ടനാകുമെന്ന് ഡെബി ഊഹിച്ചു. ഇതെന്റെ ഇക്ക മനാഫ്. ഡെബി അവന് ഷേക്കാൻ്റെ കൊടുക്കാനായി കൈ നീട്ടി. എന്നാൽ അയാൾ അതിന് കൈ ഉയർത്തിയില്ല. ഞാനൊന്ന് ഫ്രഷായി വരാം സർ, അതിനുശേഷം പരിചയപ്പെടാം. അത്രയും പറഞ്ഞവൻ അടുത്തുള്ള മറ്റൊരു മുറിയിലേക്ക് കയറി വാതിലടിച്ചു. അവൻ അങ്ങനാ സാറേ, ആരോടും അധികം സംസാരിക്കില്ല. പിന്നെ ഇപ്പം ആ മോനെ തുടങ്ങാൻ കയറിയതല്ലേ, അതാ കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയത്. എനിക്ക് മനസ്സിലായി. മനാഫ് എന്ത് ചെയ്യുവാ? ഹോം നേഴ്സാണ്. ജീവൻ സാറിന് ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചതും ഇതുകൊണ്ടാ. നിങ്ങൾ വാ, സാറിനെ കാണണ്ടേ. മാലിക്കിന്റെ പിറകെ അവരും ആ മുറിയിലേക്ക് കയറി. അവിടെ കട്ടിലേക്ക് കിടക്കുന്ന ആളിലേക്ക് ഡെവിയുടെ കണ്ണുകൾ നീങ്ങി. ഏകദേശം തൻ്റെ പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരൻ. ക്ഷീണം വിളിച്ചു പറയുന്ന ആരോഗ്യസ്ഥിതി. ഇട്ടിരിക്കുന്ന ഷർട്ടിൽ ഒന്നിന്റെ കൈഭാഗം ശൂന്യമാണ്. സാറേ, ഇതാണ് ഡേവിഡ് സാറ്. റോസ് വിളിച്ചപ്പോൾ ഒരാൾ കാണാൻ വരുമെന്ന് പറഞ്ഞില്ലേ, ഇത് സാറിന്റെ വൈഫ്. ജീവൻ 2 പേർക്കും പുഞ്ചിരി നൽകി. റോസ്ലിൻ ഇപ്പം നിങ്ങളുടെ വീട്ടിലാണെന്ന് ഇവൻ പറഞ്ഞു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ കുട്ടിയുടെ ഫാമിലിയിൽ നിന്ന് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായോ? റോസ്ലിൻ വീട്ടിൽ സേഫാണ്.
അവൾക്കിപ്പോൾ ആകെയുള്ള വിഷമം ജീവൻ ഓർത്തിട്ടാണ്. എന്നെയോ എനിക്ക് വേണ്ടി നശിപ്പിച്ച് കളയാനുള്ളതല്ല ഇവിടെയൊക്കെ ജീവിതം എന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാ. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളതെല്ലാം നുള്ളി പെറുക്കി രണ്ടുപേരും കൂടി എൻ്റെ സർജറി നടത്തി. എനിക്കറിയാം റോസ്ലിന് ചെയ്യാൻ പോകുന്നത് എന്താന്ന്. ആ സ്വത്തുക്കൾ അവൾക്ക് അവകാശപ്പെടുന്നത് തന്നെയാണ്. അതൊരിക്കലും എനിക്ക് വേണ്ടി നശിപ്പിച്ച് കളയാനുള്ളതല്ല. ഡേവിഡ് ഇവിടേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് അവൾക്ക് വേണ്ടിയാണെന്ന്. ജീവൻ പറഞ്ഞു വരുന്നത് എന്താ? ട്രീറ്റ്മെൻറ്റ് സർജറി ഒന്നും വേണ്ടെന്നാണോ? അതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഉള്ള കാലം ജീവിക്കണം എന്ന് കരുതിയ വ്യക്തിയാണ് ഞാൻ. അതേ ഞാൻ കാരണം ഇന്ന് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണിത്. അന്ന് ഇവരാ സർജറി നടത്തില്ല എന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇതിൽ നിന്നെല്ലാം മോചനാകുമായിരുന്നു. ഇതാണ് മോനെ വർത്താനം. നമ്മൾ അന്യനായിട്ടാണ് കാണുന്നത്. എൻ്റെ കൊച്ചുങ്ങളെപ്പോലെ തന്നെയായി മോനും. പക്ഷേ അവന് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉമ്മ വിഷമിക്കാതെ നമുക്ക് ഈ പരാതിയെല്ലാം മാറ്റി ഇയാളെ എഴുന്നേൽപ്പിക്കണ്ടേ? ജീവൻ അതിന് മറുപടി എന്തോ പറയാൻ വന്നെന്ന് രവി അതിനെ അനുവദിക്കാതെ മാലികനെ കൂട്ടി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അജോ, എൻ്റെ ഗോതമ്പ് വേലി കൊള്ളി കാണിട്ട ഗോതമ്പ് മൊത്തം ആ കോഴി തിന്നു. ഞാനൊന്ന് നോക്കിയിട്ട് വരാമേ മോളെ. അതും പറഞ്ഞ ആ ഉമ്മ തട്ടം നേരെയാക്കി മുറ്റത്തേക്ക് ഓടി. വൈകി ജീവനെ നോക്കി. എല്ലാവർക്കും ഇടയിൽ നിസ്സഹനായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അയാളെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. സാർ, എന്നെ സാറൊന്നും വിളിക്കണ്ട ജീവൻ, അത് മതി. അല്ലെങ്കിൽ തന്നെ ആ പണി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈഫിൽ പ്രതീക്ഷിക്കാത്തൊരു ദുരന്തം വരുമ്പോൾ ആരായാലും തളർന്നു പോകും എന്ന് കരുതി ലൈഫിലും അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കാൻ കഴിയുമോ? നമ്മൾ മൂവ് ഓൺ ചെയ്തേ പറ്റൂ. മോട്ടിവേഷനാണോ? ഞാനും കുറെ പറഞ്ഞു നടന്നതാ. അത് കേട്ട് രണ്ടുപേരായിപ്പോൾ എന്നെയും താങ്ങി നടക്കുന്നത്. എന്നാൽ അത് ജീവൻ്റെ ക്രെഡിറ്റാണ്. അവരെ പോലെ രണ്ടുപേരെ കിട്ടിയില്ലേ? അത് വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പം തോന്നുന്നു. അവർക്ക് മുന്നിൽ നല്ലൊരു ഭാവിയുണ്ട്. എനിക്ക് വേണ്ടി അവരത് ഇല്ലാതാക്കരുത്. കഴിയുമെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ മാലിക് റോസ്ലിനും അവിടെ സാറിന് മാർക്കൊന്ന് തോന്നുന്നുണ്ടോ? ജീവൻ അതിന് മറുപടി ഒന്നും നൽകാതെ ജനലിന് കൂടി പുറത്തേക്ക് നോക്കിയിരുന്നു. തന്നെ നേരെ നീണ്ടുവന്ന കയ്യിലേക്ക് അതിലുള്ള പേപ്പറിലേക്കും അവൻ്റെ ശ്രദ്ധ മാറി. എന്താത്? സാറിൻ്റെ കയ്യിൽ മാത്രമേ കത്ത് കൊടുക്കാവോ എന്ന് പറഞ്ഞൊരാൾ തന്നുവിട്ടതാ. ആരായിരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ജീവനത് തുറന്നു വായിച്ചു.